മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പുരോഹിതനായ ഏലിയുടെ കുടുംബവും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്, ദാവീദിൻ്റെ കുടുംബത്തിൽ ദാവീദിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വ്യഭിചാരവും കുലപാതകവും ചെയ്തതിനാൽ അവൻ്റെ വാള് അവൻ്റെ ഗ്രഹത്തെ വിട്ടുമാറിയില്ല. സ്വന്തം ഗ്രഹത്തിൽ അവൻ അനർത്ഥം വന്നു. അബ്ശലോം സ്വന്തം മകൻ അവനെ കൊന്നിട്ട് രാജാവാൻ ആഗ്രഹിച്ച കാര്യം പറഞ്ഞു. അതുപോലെ അവൻ്റെ ഭാര്യമാരെ എടുത്ത് സൂര്യൻ്റെ വെട്ടത്ത് കൂട്ടുകാരെ കൊണ്ടുപോയ കാര്യവും അതുപോലെ അവൻ്റെ കുഞ്ഞ് മരിച്ച കാര്യവുമല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മഹത്വം നമ്മളെ നഷ്ടപ്പെട്ട് കളയാനായിട്ട് ഇടവരരുത് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ പഴയ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ വീട്ടുകളിലുണ്ട്. അത് നമ്മൾ ആ കൂടാരത്തിലെ കൃപ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. ചിലപ്പോൾ ചില ഭവനങ്ങളിൽ നമുക്കറിയാം, ക്രിസ്ത്യൻ ഫാമിലി പോലും ഈ മദ്യക്കുപ്പികൾ ഇരിപ്പുണ്ട്. അത് കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്. അത് എടുത്ത് മാറ്റണം. ചില മൂക്കിപ്പൊടി ചെറിയ കാര്യങ്ങളായിരിക്കും, അതെല്ലാം പിശാചിൻ്റെ ഗേറ്റ് വേ ആയിട്ട് പലപ്പോഴും ഉണ്ട്. അതെല്ലാം എടുത്ത് മാറ്റിക്കളയണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു ചിന്ത വരുമ്പോഴേ, ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു ചിന്ത വരുമ്പോഴേ ആ ചിന്ത തന്നെ നിങ്ങൾക്ക് ഡെലിവറൻസ് കൊണ്ടുവരികയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നു, ദൈവം ദ്വേഷിക്കുന്നത് ഞാനും ദ്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ അതേ മൈൻഡ് എന്നിലേക്ക് വരികയാണ്. ആ രീതിയിൽ വരുമ്പോൾ തന്നെ ഡെലിവറൻസ് വരികയാണ്. യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ശരിക്കും യെരുശലേം ടെമ്പിളിലെ മഹത്വം ആലയം വിട്ടുപോയിരുന്നു. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഇസ്രായേലിനോടൊപ്പം ദൈവം സഞ്ചരിച്ച കാര്യം അറിയാം. പിന്നെ ആ സമാഗമന കൂടാരത്തിൽ ദൈവം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു ടെമ്പിള് പണിഞ്ഞു. ആ ടെമ്പിളിൽ ദൈവത്തിൻ്റെ ശലോമോൻ്റെ ടെമ്പിളിൽ ദൈവം ഉണ്ടായിരുന്നു, നമുക്കറിയാം. പിന്നീട് അത് ഇടിച്ചു കളഞ്ഞ് വീണ്ടും അത് പുതുക്കി പണിഞ്ഞപ്പോഴും അതിലും ദൈവത്തിൻ്റെ പ്രസൻസും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം യേശു വരുന്നതിന് മുമ്പേ തന്നെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, യെരുശലേം ടെമ്പിളിൽ. അത് കഴിഞ്ഞിട്ട് യേശു വന്നപ്പോൾ വീണ്ടും അത് വന്നു. അത് നമ്മൾ അതിലേക്ക് വരാം. ഞാൻ 1-2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് യെഹെസ്കേൽ പ്രവചനത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സമയത്താണ് യെരുശലേം ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, അന്ന് ഒരു ആലയമേ ഉള്ളായിരുന്നു, മഹത്വം വന്നതെന്നും അത് കഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോയതും അത് എന്നാ തിരിച്ചു വന്നെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേൽ 10:18 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകൾ മീതെ വന്നു നിന്നു. യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട കെരൂബുകൾ മീതെ വന്നു നിന്നു. 10:15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ 10:15 മുതലുള്ള വാക്യങ്ങൾ. ഇത് യെഹെസ്കേലിന് കിട്ടിയ ദർശനത്തിൽ നിന്ന് പറയുന്നതാണ്. കെരൂബുകൾ മേലോട്ട് പൊങ്ങി, ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ. കെരൂബുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ പോകും. ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂബുകൾ ചിറക് വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ട് മാറുകയില്ല. ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും, അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകൾ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി, ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം മേലെ അവയ്ക്ക് മീതെ നിന്നു. ഇവിടെ കാണുന്ന 586 BC യെഹെസ്കേൽ കണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. 586 BC. അതിൽ ആ സമയത്ത്
ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോകുന്ന ഒരു ദർശനമാണ് ഇവിടെ കാണുന്നത്. ഹിബ്രുവിലെ കബോദ് എന്ന് പറയുന്നു. ഹിബ്രു വേർഡിലെ മഹത്വത്തിന് കബോദ് എന്നാണ് പറയുന്നത്. ഗ്രീക്കിലെ അതിന് ഡോക്സ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു 586 ഉള്ള കാര്യം ആ ദർശനമാണ് പറയുന്നത്. ഇനിയും 2 വാക്യം കൂടെ അതിനകത്ത് ചേർത്ത് വായിക്കാം. എസ്കേൽ 11:22 മുതൽ 21 വരെ. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്ത് ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിൻ്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. ഇത് ശ്രദ്ധിക്കുക. യഹോവയുടെ മഹത്വം നേരത്തെ ആലയത്തിൽ വന്നു, ഉമ്മരപ്പടിയിൽ വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്ന് അത് മേലോട്ട് പൊങ്ങി മേളി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നിപ്പോൾ അത് നേരെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ വന്നതെന്നായിട്ട് കാണും. ഇനി എസ്കേൽ പ്രവചനം 11:19 കാണുന്ന വാക്യം ഇങ്ങനെയാണ് അതിലെഴുതിയിരിക്കുന്നത്. അവർ എൻ്റെ ചട്ടങ്ങൾ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം കൊടുക്കും. ഇത് ആത്മാവിനെ പകരുന്ന കാര്യമാണ് ഇതിലെഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അവരുടെ ഉള്ളത്തിലാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ആലയം വിട്ടുപോയി. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അത് മലയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവിടെ വന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, യേശുക്രിസ്തു ശമര്യക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എവിടാണ് വർഷിപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ ആലയത്തിലാണോ അതോ മലയിലാണോ എന്നൊക്കെയുള്ള ചോദ്യം അവിടെ വരുന്നത് ഈ ആ ഒരു ചിന്തയിലാണ് വരുന്നത്. ആ മലയിലാണോ, ഗരീസി മലയിലാണോ ആരാധിക്കുന്നത്, അമ്പലത്തിലാണോ, ടെമ്പിളിലാണോ എന്നൊക്കെയുള്ള ചിന്ത അവിടെ വരുന്നത്. അത് ചോദിക്കാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. ഇവിടെ എസ്കേൽ പ്രവചന പ്രകാരം ആലയം വിട്ടുപോയി മലയിലാണ് എന്നും പറയുന്നു. 2ാം ആലയം, 1ാം ആലയത്തിൻ്റെ കാര്യമാണ് ഇതുവരെയും പറയാം. 2ാം ആലയം BC 515 പണിതു. അതിനകത്ത് പറയുന്നതാണ് അതിൽ ദൈവമഹത്വം ഉള്ളിലാക്കും എന്ന് പറഞ്ഞു. ഇതിനകത്ത് പറയുന്ന വാക്യം നേരത്തെ ശ്രദ്ധിച്ച് ഞങ്ങൾക്കറിയാം. എസ്കേൽ 11:19 അവൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് അവരുടെ വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. എന്നാൽ യേശു വന്നപ്പോഴേ എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ. ആ മഹത്വം പഴയ നിയമത്തിലെ ആലയത്തിൽ നിന്ന് വിട്ടുപോയി. യേശു വന്നു കഴിഞ്ഞപ്പോഴേ ആ മഹത്വം തിരികെ വന്നു. യേശു ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. എബ്രായർ 1:3 അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തന്നെ ശക്തിയുള്ള വേനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും. ഇവിടുത്തെ പറയാൻ ഉദ്ദേശിച്ചത് ബ്രൈറ്റ്നസ്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, ബ്രൈറ്റ്നസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ വലിയ മഹത്വം യേശുവിലുണ്ട്. അവിടെ യേശു വന്ന് യേശു ബഥനിയിൽ വഴി ഒലിവുമല വഴി ഒലിവുമല പോയി തിരികെ ബഥനി വന്ന് അവിടെ നിന്ന് യെരുശലേമിലേക്ക് ഒലിവുമല വഴി യെരുശലേമിൻ്റെ കിഴക്കേ ഗേറ്റ് വഴി യെരുശലേം ടെമ്പിളിലേക്ക് വന്നു. നമുക്കറിയാം, ശ്രദ്ധിച്ചല്ലോ നമ്മൾ, യേശു വന്ന് അങ്ങനെയാണ് വന്ന് അന്ന് യെരുശലേം ടെമ്പിളിലേക്ക് പ്രവേശിച്ചത്. സങ്കീർത്തനം 24:7 മുതൽ 10 വരെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നെടുപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാവുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അപ്പോഴും മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുകയാണ്. ഷെക്കേന ഗ്ലോറി, ദൈവത്തിൻ്റെ വലിയ മഹത്വം. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്, അവൻ്റെ ഗ്ലോറി, പിതാവായ ഏകജാതനായ തേജസ്സായി കണ്ടു. പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവത്തിൽ യേശുവിലാണ് പിന്നെ ഈ മഹത്വം കാണുന്നത്.
ദൈവത്തിൻ്റെ മഹത്വം ആ ആലയം വിട്ടുപോയതിന് ശേഷം പിന്നീട് കാണുന്ന ഈ മഹത്വം യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു തിരിച്ച് ആലയത്തിലേക്ക് ആ മഹത്വമായിട്ട് വരികയാണ്. അതിന് ഇവിടെ കാണാം, ഇവിടെ മേഘമില്ല, പുകയില്ല, തീയില്ല, എല്ലായിടവും ശാന്തമായ സ്വരം, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. അവിടെയാണ് യേശുവിൻ്റെ ജീവിതം കാണുന്നത്. അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ എന്ന് പറഞ്ഞ് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോഴെന്താ സംഭവിച്ചത്? പൗലോസ് 2 കൊരിന്ത്യർ 4:6 പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പോഴെന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ ഈ മഹത്വം, പഴയ നിയമത്തിലുള്ള മഹത്വം, ഫിനെഹാസിൻ്റെ ഭാര്യ കണ്ട മഹത്വം, ഈ കബോദ് അത് വിട്ടുപോയി. എന്നാൽ ആ മഹത്വം ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും അങ്ങനെയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. അതാണ് യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തും എന്ന് പൗലോസ് എന്ന് യേശു പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷം. ഈ പൗലോസ് പറയുന്നു ക്രിസ്തു നമ്മളിലെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലെ. ദ ഫുൾനെസ് ഓഫ് ദ ഗോഡ് ഹെഡ് ബോൾഡ്ലി ഡ്വെല്ലത്ത് ഇൻ മൈ സോൾ, ഇൻ മൈ ലോഡ്. ദ ഫുൾനെസ് ഓഫ് ദ ഗോഡ് ഹെഡ്, ദൈവത്തിൻ്റെ പൂർണ്ണത കർത്താവിൽ കാണുന്നു. 1 കൊരിന്ത്യർ 2:6 നമ്മൾ പറഞ്ഞ് ദ ലോഡ് ഓഫ് ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്നു. ഇത് തന്നെ എഫേസ്യർ 1:18 പറയുന്നു, നിങ്ങളുടെ ഹൃദയം എൻലൈറ്റൻഡ് ആകുകയാണ്. ടു നോ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് നിങ്ങളുടെ ഹൃദയം എൻലൈറ്റൻ ചെയ്യാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി 15 അബ്രഹാം കണ്ട മഹത്വം, അബ്രഹാം ഉറങ്ങിപ്പോയി. ആ സമയത്ത് സ്മോക്കിംഗ് ഓവനും ഫ്ലെയിമിംഗ് ടോർച്ചുമൊക്കെ ആയിട്ട് കണ്ട ആ മഹത്വം ഇന്ന് യേശുക്രിസ്തുവിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആർക്കാണ്? ശിഷ്യന്മാർക്ക്. ദൈവത്തിൻ്റെ മഹത്വം ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിവാൻ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അതാണ് പർപ്പസ്. എന്താണ്? ഐക്യത. ഐക്യത്തിലിരിക്കാനായിട്ട് എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുമാത്രവുമല്ല, 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു. 24-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് എന്നിൽ വിശ്വസിക്കുന്നവർക്കും കൂടി. എന്നെ ശിഷ്യന്മാർക്ക് മാത്രമല്ല ദൈവം മഹത്വം കൊടുക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം മഹത്വം കൊടുക്കുകയാണ്. ഇതെല്ലാം ക്ലിയറായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 17, നിങ്ങൾ സമയമുള്ളപ്പോഴതൊന്ന് 17-22 തൊട്ട് ഇങ്ങോട്ട് വായിച്ചു നോക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവം യേശുക്രിസ്തുവിൽ കൂടി നമ്മളിൽ തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം, അതാണ് ഞാൻ ഈ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് തന്നിരിക്കുമ്പോൾ ആ മഹത്വത്തെ നമ്മൾ അലക്ഷ്യമാക്കി കളയരുത്. മഹത്വത്തെ അലക്ഷ്യമാക്കി കളയരുത്. അപ്പോസ്തല പ്രവൃത്തിയിലെ ആദിമസഭയിലുള്ള എല്ലാവരോടും കൂടി അവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 2-3 പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിന് ഒരു മുഴക്കം ഉണ്ടായി.
അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷനായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇവിടെ ദ പ്രസൻസ് ഓഫ് ഷെക്കേന, ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ കാണുന്നത്, അവിടെ മേൽ പതിഞ്ഞു. 1 പത്രോസ് 4:14 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ്. അപ്പോഴൊരു കാര്യം നമുക്ക് മനസ്സിലായി, യെരുശലേം ടെമ്പിളിൽ നിന്ന് വിട്ടുപോയ മഹത്വം യേശുക്രിസ്തുവിൽ കൂടി നമ്മളിലേക്ക് വന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് സ്ഥിരമായി വസിക്കത്തക്ക രീതിയിൽ സഭയുടെ മേൽ വന്നപ്പോഴേ അത് നിങ്ങളുടെ മേലും എൻ്റെ മേലും സ്ഥിരമായി വന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചു. ഇവിടാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലിരിക്കുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അലക്ഷ്യമായി വിടണം. ഇനി നമ്മൾ വിചാരിക്കുക ദൈവത്തിൻ്റെ ആലയത്തിൽ ആ ഗ്ലോറി കൊണ്ട് ചെല്ലണം. ഈ ആലയത്തിൽ വിട്ടുപോയ ഗ്ലോറി, പഴയ നിയമത്തിൽ പറയുന്ന ആ ഗ്ലോറി വരണമെങ്കിൽ ഇനി 1000 ആണ്ട് വാഴ്ചയിലാണ്. എഹെസ്കേൽ 43 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു, ഭൂമി അവൻ്റെ തേജസ് കണ്ട് പ്രകാശിച്ചു, ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു, നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ടുള്ള ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. 5-ാം വാക്യത്തിൽ, ആത്മാവെന്നെ എടുത്ത് അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ഇവിടെ വീണ്ടും യഹോവയുടെ തേജസ് ആലയത്തിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 7-ാം വാക്യത്തിൽ, അവൻ എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാൽകളുടെ സ്ഥലവുമാകുന്നു. ഇസ്രായേൽ ഗൃഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും ഞങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിൽ, അത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളിൽ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടിയുള്ള സ്ഥലവും ആകുന്നു എന്ന് പറഞ്ഞാൽ അത് ഫോർ എവർ. 43:7 ഫോർ എവർ സൺ ഓഫ് മാൻ, ദ പ്ലേസ് ഓഫ് മൈ ത്രോൺ ആൻഡ് ദ പ്ലേസ് ഓഫ് സോൾസ് ഓഫ് മൈ ഫീറ്റ് വിച്ച് ഐ വിൽ ഡ്വെൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഫോർ എവർ ആൻഡ് മൈ ഹോളി നെയിം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ആലയത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോകുകയില്ല. നമുക്ക് മനസ്സിലായല്ലോ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? 1000 ആണ്ട് വാഴ്ചക്കാലത്തെ യേശുവിൻ്റെ ഭരണമുള്ള സമയത്തെ അവൻ്റെ മഹത്വം ഒരിക്കലും ആലയത്തിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന് എഹെസ്കേൽ പറഞ്ഞു. എന്നിട്ട് എഹെസ്കേലിനെ തന്നെ നമ്മൾ കണ്ടു ആലയത്തിൽ നിന്ന് വിട്ടുപോകുന്നത്, പിന്നെ മലയിൽ പോയിരിക്കുന്നത്, യേശു ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴേ ആലയത്തിൽ കൂടി അത് വന്നത്, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നത്, യേശുവിൻ്റെ പ്രാർത്ഥന, യോഹന്നാൻ 17 യേശുവിൻ്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വരാനുള്ളത്, പൗലോസിൻ്റെ പഠിപ്പിക്കലെല്ലാം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, എഫേസ്യർ 1:18, ഇതിലെല്ലാം തന്നെ ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ആ മഹത്വം നിങ്ങളിലിരിക്കുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശരീരമാണ്. ഹലോ, ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശരീരമാണ്. ദൈവത്തിൽ നിങ്ങളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഈ മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ആലയങ്ങളിലൊക്കെയാണ് ദൈവം വസിക്കുന്നത്. അത് തെറ്റായിട്ടൊരു പഠിപ്പിക്കലും ചിന്തയുമാണ്. അത് പണ്ട് തൊട്ടേ ആളുകൾ അങ്ങനെ ചിന്തിക്കണം. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ ഈ സഭായോഗങ്ങളിൽ ആളുകൾ പങ്കെടുക്കാനും ഈ ചർച്ചിലൊക്കെ ആളുകൾ ചെല്ലാനും വേണ്ടിയാണ് അത് പ്രത്യേകം പഠിപ്പിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് ആരും ചെന്നില്ലെങ്കിൽ പിന്നെ അത് അടച്ചു പൂട്ടണം, അവിടെ പുരോഹിതന്മാർക്ക് ജോലിയില്ലാതെ പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. എന്നാൽ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പ്രത്യേകം പൗലോസ് പറയുന്നുണ്ട്,
ലോകവും അതിലുള്ള ഒക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം ഒരിക്കലും തന്നെ മനുഷ്യൻ കൈപ്പണിയായ ക്ഷേത്രങ്ങൾ, ടെമ്പിളിൽ വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് എവിടെയാണ്? നിൻ്റെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലുമാണ്, പരിശുദ്ധാത്മാവിനാൽ. നിങ്ങൾ ഞാനും അത് അലക്ഷ്യമാക്കി കളയരുത്. അവിടെയാണ് നമ്മുടെ ആരാധന കൊണ്ട് നമ്മൾ ഇതിനെ എൻലൈറ്റൻ ചെയ്യേണ്ടത്, ഇതിനെ ഉത്തേജിപ്പിക്കേണ്ടത്, ഇതിനെ ജ്വലിപ്പിക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതിന് ഈ ഗ്ലോറി, ഈ മഹത്വം ചില്ലറായിട്ടുള്ള കാര്യമല്ല. പഴയ നിയമത്തിൽ വലിയതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇനിയും 1000 ആണ്ട് വാഴ്ചക്കാലം ഈ ഗ്ലോറി നമ്മൾ കണ്ണുകൊണ്ട് കാണും. ഇപ്പോഴീ ഗ്ലോറി എവിടെയാണ്? വെടിയും പുകയും തീയും ഒന്നുമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലാണ് ഈ ഗ്ലോറി. ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്ത് ഈ മഹത്വം നിങ്ങൾ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ വാസം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ചിന്ത നിങ്ങളെ തന്നെ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കി കിട്ടും. നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി പ്രദർശന വസ്തുവായി നിൽക്കുന്നുണ്ട്, പലയിടത്തും പ്രദർശന വസ്തുവായി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയാനായിട്ട് പലതിനോട് കൂട്ടുകെട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങളിൽ വേണ്ടാത്ത തിന്മ കയറുവാനായിട്ട് പിശാചിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരവും നിരാശയും പ്രത്യാശയില്ലാത്ത അവസ്ഥകളും വരാനായിട്ട് നിങ്ങളുടെ ജീവിതം വേണ്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കൊണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾ. അവിടെ നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയുന്നവനെ, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ നമ്മുടെ സഹോദരനെ നശിപ്പിക്കാനോ എന്നെ നശിപ്പിക്കാനോ നിങ്ങൾക്കും എനിക്കും അധികാരമില്ല. കാരണം അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ നിങ്ങൾക്കൊരു ഡെലിവറൻസ് വരണം. അവിടെയാണ് ആരാധനയുടെ ആവശ്യം. ഞാൻ ഈ ആരാധനയുടെ ഈ സീരീസ് ഇവിടെ നിർത്തുകയാണ്. ആരാധനയുടെ സീരീസ് നിർത്തുകയാണ്. യേശുവിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ്റെ പ്രവൃത്തികളാൽ അത് കാണപ്പെട്ടു. കാനാവിലെ കല്യാണം നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ചത് നമുക്കറിയാം, മർരൂമലയുടെ അനുഭവം നമുക്കറിയാം, അവൻ്റെ ഉയർപ്പ് നമുക്കറിയാം, സ്വർഗാരോഹണം അറിയാം. ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയിൽ കൂടി കണ്ടു. അതാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ മഹത്വമുള്ള, അവൻ്റെ മുഖത്തുള്ള ദൈവമഹത്വം ഇന്ന് 2 കൊരിന്ത്യർ 4:6 നമ്മളിൽ പ്രകാശിച്ചു. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഈ ആത്മാവ് വസിക്കുന്നതിനാൽ എന്താണ് വേണ്ടത്? ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ബി സീൻ ഇൻ മീ. പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് ബി സീൻ ഇൻ മീ, ഓൾ ഹിസ് വണ്ടറസ് കമ്പാഷൻ ആൻഡ് പ്യൂരിറ്റി. Oh God, Spirit divine, all my nature refine, till the beauty of Jesus be seen in me. അതെ, യേശുവിൻ്റെ സൗന്ദര്യം നിങ്ങൾ ദർശിക്കണം. അവൻ്റെ മനസ്സലിവ്, അവൻ്റെ പ്യൂരിറ്റി, ആ ആത്മാവ് ഡിവൈൻ ആയിരിക്കുന്ന പോലെ ആ നേച്ചർ നിങ്ങൾ പ്രദർശിപ്പിക്കണം. അത് യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സൗന്ദര്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആരാധനയിൽ വിളങ്ങി വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു. കർത്താവേ, മഹത്വം ഞങ്ങളിലേക്ക് നീ തന്നിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം കർത്താവേ, അത് നീ പ്രദർശിപ്പിച്ചു. നിൻ്റെ മഹത്വം നിൻ്റെ പ്രവൃത്തികളാൽ പ്രദർശിപ്പിച്ച പോലെ ഞങ്ങളുടെ ജീവിതങ്ങളാൽ നിൻ്റെ മഹത്വം കാണുവാൻ കർത്താവേ ഞങ്ങളെ ഇടവരുത്തണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുമ്പോൾ അത് വെളിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അന്ധകാരത്തിലിരിക്കുകയും നിരാശയിലിരിക്കുകയും പ്രത്യാശയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരിത് കാണുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, എല്ലാ കെട്ടുകളെയും നീ പൊട്ടിക്കണമേ. എല്ലാ നുഖവും ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരാശയുടെ ഘട്ടങ്ങളെല്ലാം ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അന്ധകാര ശക്തികൾ പിടിമുറുക്കി നിരാശയിലെ ഇനി മുമ്പോട്ട് ജീവിതമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. എല്ലാ കറയും മാലിന്യവും ഇന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്.
ചില മുടന്ത് ഉള്ള മനസ്സിന് മുടന്തായിട്ടിരിക്കുന്ന ചില ആളുടെ മുടന്തുകൾ ഇന്ന് മാറുകയാണ്. ജീവിതത്തിലെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് മാനസികമായി വന്നു ചേരുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വിടുതലില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളിലെ ഇന്ന് വിടുതൽ വന്നു ചേരുകയാണ്. ഭവനത്തിലെ എല്ലാവരും കർത്താവിനെ അറിയാതെ ഇരിക്കുന്ന ഭവനങ്ങളിൽ ഇന്ന് വിടുതൽ വന്നു ചേരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഈ കുടുംബങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും അവയവങ്ങളിലെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ അവയവങ്ങളിലേക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന ദൈവമാണ്. ഈ മലയോടെ കടലിലേക്ക് പോകാനായിട്ട് കൽപ്പിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ അത് നടക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയുകയാണ്, ആരാധനയുടെ ആ വലിയ ശക്തിയിൽ ഇന്നത് എല്ലാ ബന്ധനങ്ങളും മാറി, ആ തടവുകളെല്ലാം മാറി നിങ്ങളിന്ന് ഫ്രീ ആവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നോട് പ്രാർത്ഥിച്ചവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണണം. ഇനി പവർ ഓഫ് വർഷിപ്പ് എന്നുള്ള പാർട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് പില്ലേഴ്സ് പറയുന്നുണ്ട്. ഇനിയും അടുത്ത പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സറണ്ടറിനെ കുറിച്ചുള്ള ഒരു പില്ലറാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അത് നമ്മൾ ചിന്തിക്കുന്നത് പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. തുടർമാനമായി ഇത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ അനേകം ആളുകൾ ഇതുമാത്രം അനുഗ്രഹിക്കപ്പെടും. നമ്മളിത് അങ്ങനെ റെയറായിട്ട് കേൾക്കുന്നൊരു മെസ്സേജാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.